നമസ്കാരം. സഫലം യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കിങ്ഡം ഓഫ് ബഹ്റൈനിലാണ്. നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി, അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് പാറശാല സ്വദേശിയാണ്. MBC എക്സ്പ്രസ് ട്രേഡിംഗ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ പ്രേംകുമാർ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നെയ്യാറ്റിൻകര പാറശാല അല്ലേ? അതെ. പാറശാലയ്ക്ക് എവിടെയാണ് ശരിക്കും പ്രോപ്പർ? പാറശാലയിൽ നിന്ന് നമ്മൾ NH പോകുമ്പോൾ പാറശാല ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയുന്ന ഒരു റോഡ് ഉണ്ടല്ലോ, വെള്ളറടയിലോട്ട് പോകും. അതെ, അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ നെടുവാമ്പിള എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. നെടുവാമ്പിള അവിടെയാണ്. സാറിന്റെ കുട്ടിക്കാലം എല്ലാം അവിടെ തന്നെയായിരുന്നു? പഠനം സ്കൂൾ ജീവിതം അവിടെ ആയിരുന്നു. പാറശാലയിലാണ് പഠിച്ചത്, ധനുവച്ചപുരം കോളേജില് പ്രീ ഡിഗ്രി, അന്നത്തെ പ്രീ ഡിഗ്രി ഇപ്പോൾ ഇല്ല. അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ഗ്രാജുവേഷൻ. പിന്നെ ഒരു വർഷം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചായിരുന്നു. ഇപ്പോൾ അങ്ങനെ. വീട്ടില് പേരൻസിന്റെ പേരൊക്കെ എങ്ങനെയാണ്? ഫാദർ, മദർ, സഹോദരങ്ങൾ? പേരൻസ് നമ്മൾ 4 പേരാണുള്ളത്. അച്ഛൻ ജയിൽ സൂപ്രണ്ടായിരുന്നു, റിട്ടയർഡായി. ട്രിവാൻഡ്രം പൂജപ്പുര വർക്ക് ചെയ്തിരുന്നു. പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ 2 സിസ്റ്റേഴ്സ്, ഒരു അനിയൻ ഇപ്പോൾ KSFE മാനേജറാണ്. പിന്നെ അനിയത്തി മൈസൂർ ആണ് ജോലി ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഇളയനിയത്തി അവിടെ ടീച്ചറാണ്. പക്ഷേ അവിടെ ഞങ്ങൾക്കൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. ബേസിക്കലി അത് പിന്നെ പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പം അപ്പൂപ്പൻ്റെ കാലത്തേ ഉള്ളതാണ്. അതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ പോകുന്നു. അപ്പോൾ അവളവിടെ ക്യാഷിൽ ആണ്. 32 വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിൽ എന്താണ് സാർ ചെയ്തിരുന്നത് ജോലി? നാട്ടിൽ ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അറൗണ്ട് 1 ഇയർ വെറുതെ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അനുജൻ ഇവിടെ ഉണ്ടായിരുന്നു, ബഹ്റിനുണ്ടായിരുന്നു. പുള്ളി കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു. പുള്ളി മുഖാന്തരമാണ് ഞാൻ ബഹ്റിനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ജീവിതത്തിൽ ഒരു തൊഴിൽ ചെയ്ത് തുടങ്ങുന്നത് ബഹ്റിനിൽ തന്നെ? ബഹ്റിനിൽ തന്നെ, അതെ, ബഹ്റിനിൽ തന്നെ. അപ്പോൾ എങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു യാത്രാ അനുഭവം? ആദ്യത്തെ യാത്രാ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഡയറക്റ്റ് ബഹ്റിനിലാണ് വരുന്നത്. ഗൾഫ് എയർ ഡയറക്റ്റ് ഫ്ലൈറ്റ്. അതെ. അപ്പം ജനുവരി മാസം ലാസ്റ്റ്, നല്ല തണുപ്പുള്ള. അതെ, നമ്മൾ വന്നിറങ്ങുമ്പോഴത്തേക്ക് ഒരു വേറൊരു ലോകം പോലെയാണ് ആദ്യം. അതെന്ന് വെച്ചാൽ ഈ ക്ലൗഡ്സെല്ലാം ഇങ്ങനെ മൂടി കെട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. മഴ പെയ്യത്തില്ല അത്ര, പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ ഒരു ഇതാണ്. വന്നിട്ട് സാറിന്റെ ഫസ്റ്റ് ജോബ് ഒരു ഫ്രീ വിസ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഒരു ആ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിസയിലാണ് വന്ന് കൊച്ചിനെ കൊണ്ടുവന്നത്. എന്നിട്ട് ജോബ് സെർച്ച് ചെയ്തു. ഞാൻ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റും അതൊക്കെ വെച്ചിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ്റെ സെക്രട്ടേറിയറ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് അവിടെ അതൊരു റെഡിമെയ്ഡ്സ് കമ്പനിയായിരുന്നു. അപ്പം ആ കമ്പനിയിൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ കുറച്ച് കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഡെസ്പാച്ചർ ക്ലർക്കിൻ്റെ ഒരു വേക്കൻസി വന്നു. അപ്പോൾ നമ്മളിപ്പം ഏത് ജോബ് കിട്ടണമെങ്കിലും നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ആവുകയാണ്. അതാണ് വേറെ മീൻസ് ഈവൻ ഗൾഫിലെ ഒരു സിറ്റുവേഷൻ അതാണ്. അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് ആ ജോബിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ, ലൊക്കേഷനായാലും ആ കാര്യങ്ങളും പിന്നെ ലാംഗ്വേജ് എല്ലാം അവിടുന്ന് നമ്മൾ പഠിച്ചു വരണം. നമ്മൾ പുതിയതായിട്ട് എല്ലാം പഠിച്ചെടുക്കണം. ഈവൻ നമുക്കവിടെ ഹിന്ദി സംസാരിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് നമ്മൾ പഠിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ MBC എക്സ്പ്രസ് ട്രേഡിംഗ് ഈ ഒരു കമ്പനി സാർ എപ്പോഴാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാനിപ്പോൾ ഇത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതാണ്ട് ഒരു 12 years ആയുള്ളൂ. ഞാനൊരു 18 years ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ആ ഒരു റെഡിമിക്സ് കമ്പനിയുടെ ബേസിൽ എനിക്ക് ആ കമ്പനി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 1 year അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു കമ്പനിയിൽ എനിക്ക് ഓഫർ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മാറി ആ കമ്പനിയിലോട്ട് പോയി. എന്നിട്ട് ആ കമ്പനി നാഷണൽ റെഡിമിക്സ് എന്ന് പറയും. അപ്പോൾ അവിടെ ഞാൻ സൂപ്പർവൈസറും ഡെസ്പാച്ചറും എല്ലാം കൂടെ ആയിട്ട് ഒരു 18 years വർക്ക് ചെയ്തു. അതെ. അപ്പോൾ എനിക്ക് കുറച്ച് അത്യാവശ്യം കസ്റ്റമറും ആയിട്ട് റിലേഷനും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെ കോണ്ടാക്ട്. അതെ, ഈവൻ ഒരു 90% കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ അവരായിട്ട് ഡീലിംഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു 18 years കഴിഞ്ഞപ്പം നാച്ചുറലി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമായിട്ടുള്ള ഒരു സ്വന്തമായിട്ട് തുടങ്ങണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ അവിടുന്ന് വിട്ടിട്ട് ഞാൻ വേറൊരു സ്പോൺസർഷിപ്പിലാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ നമുക്കിവിടെ ട്രേഡിങ് ചെയ്യണമെങ്കിൽ ഒരു ലോക്കൽ സ്പോൺസർ വേണം. അപ്പോൾ അവരായിട്ട് ഷെയറിൽ തുടങ്ങാൻ പറ്റുള്ളൂ നമുക്ക്.
പിന്നെ ഇപ്പം കുറച്ചും കൂടെ ലീഗലി ഗവൺമെൻറ് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. WLL അവരായിട്ട് നമുക്ക് ലീഗലി പാർട്ണർഷിപ്പിൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അവർക്ക് പറഞ്ഞുവിടാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതാണ്. ശരിക്കും ഒരു വർക്കിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ് ശരിക്കും സാർ? കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ലാസ്റ്റ് പേയ്മെൻറ്റ്സ് ഒക്കെ എപ്പോഴും എല്ലാവർക്കും മിക്കവർക്കും സംഭവിക്കുന്നതാണ്. ലാസ്റ്റ് പേയ്മെൻറ്റ് കുറച്ച് പ്രോബ്ലംസാണ്, അതിന് കിട്ടാനൊക്കെ ടഫാണ്. അങ്ങനെയൊക്കെ അത് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ട്രേഡിങ്ങിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇപ്പം ബ്ലോക്സ്, പ്രീകാസ്റ്റ്, റെഡിമിക്സ്, ഇങ്ങനെ സ്റ്റീല്, ഇതൊക്കെ അറേഞ്ച് ചെയ്യുന്ന കമ്പനിയാണ് ബേസിക്കലി. നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാ റെഡിമിക്സ് കമ്പനിയായിട്ട് എനിക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ടേംസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് നമ്മുടെ റിക്വയർമെന്റിന് അവർ ഡെലിവറി ചെയ്യും. അതായത് ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനാവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് സാറിനെയാണ് സമീപിക്കുന്നത്. അതെ അതെ, അതാണ് അതിന്റെ മീൻസ് മീഡിയം കമ്പനി അതുമാതിരിയുള്ള കമ്പനികൾ. വലിയ കമ്പനി ചിലപ്പോൾ ഡയറക്റ്റ് ആയിരിക്കും. പിന്നെ ഇൻഡിവിജ്വൽസ് ഈ ഇത്തരം മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. അതേ പുറത്തുനിന്ന് തൊട്ടടുത്തുള്ള സൗദിയിൽ നിന്നോ ഖത്തറിൽ നിന്നൊക്കെ സാർ? അത് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അത് ഒരു സമയം ഒരു 6-7 ഇയേഴ്സ് മുന്നേ ഒരു സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു ഈ സിമെന്റിന്. അപ്പോഴാണ് ഇവിടെ നല്ല ബൂമിംഗ് ഉള്ള ഒരു ടൈം ഉണ്ടായിരുന്നു. ഈ എല്ലാ കൺസ്ട്രക്ഷനും ഒരുമിച്ച് നടക്കുന്ന ഒരു സമയം, വലിയ വലിയ ബിൽഡിങ്സും എല്ലാം. അപ്പോൾ സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രൊഡക്ഷന് വേണ്ട, മീൻസ് ഇതായി എന്താ പറയുക, അതിനൊരു സ്കേഴ്സിറ്റി ഉണ്ടായി. അപ്പോൾ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ ഡീൽ ചെയ്തിരുന്നു അവിടെ നിന്ന്. എങ്ങനെയാണ് ബഹ്റിനെ പറ്റി എന്താണ് ശരിക്കും സാറിന് പറയാനുള്ളത്? ഇവിടെ വെച്ചാൽ മലയാളീസ് ഒത്തിരി പേരുണ്ട്. എല്ലാവരും കോപ്പറേറ്റീവ് ആണ്. പിന്നെ ഇവിടുത്തെ നാഷണാലിറ്റി ആയാലും നമുക്ക് അത്ര, ഈവൻ സൗദി പോലെ ഒന്നും നമുക്ക് അത്രയും അറബിക് സംസാരിക്കണമെന്നില്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള. അപ്പം അവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയും. ഈവൻ നമുക്ക് ഇപ്പം ഇത്രയും വർഷമായിട്ട് കുറച്ച് അറബിക്കും അറിയാം. ബട്ട് എന്നിരുന്നാലും അവരുടെ ഡീലിംഗും ഒക്കെ നല്ലതാണ്. ഫാമിലി ഇവിടെയാണ്? ഫാമിലി ഇപ്പോൾ ഇവിടെ, വൈഫ് ഇവിടെ ഉണ്ട്, മക്കളാണ് അവിടെ ഉള്ളത്. വൈഫ് ഷീജ പ്രേംകുമാർ. മക്കളുടെ പേര്? മോള് മൂത്തതാണ് അൻസ പ്രേം. പിന്നെ മോൻ്റെത് അശ്വിൻ പ്രേം. നാട്ടിലെന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? നാട്ടിൽ ഞങ്ങൾക്ക് ചെറിയ ബിസിനസ് ഉണ്ട്, ഈ ടെക്സ്റ്റൈൽസ് ബിസിനസ്. അത് ഇങ്ങനെ കുടുംബപരമായിട്ടുള്ളതാണ്. ഇപ്പം അച്ഛൻ നടത്തുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ബഹ്റിനെ പറ്റി സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരുപാട് കലാ സാംസ്കാരിക സംഘടനകളൊക്കെ ഒത്തിരി ഉള്ള ഒരു. സാറ് എന്തെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ മെമ്പറാണ്, വലിയ ആക്റ്റീവ് അല്ലെന്നേ ഉള്ളൂ. ബഹ്റിൻ കേരളീയ സമാജത്തിൽ മെമ്പറാണ്. അതെ അതെ. പിന്നെ പ്രവാസി ഗൈഡൻസ് ഫോം എന്ന് പറഞ്ഞിട്ട് PGF എന്ന് പറഞ്ഞിട്ട് അതിൽ മെമ്പറാണ്. ഈ വിശേഷ ദിവസങ്ങൾ, ഓണം, ക്രിസ്മസ്, റംസാൻ, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ നമുക്ക് നാടിനെ ബിസി ചെയ്യാറുണ്ട്. ആ ദിവസങ്ങൾ വരുന്നു നാടിനെ മിസ് ചെയ്യാറുണ്ട്. ഞാനവിടെ പണ്ട് ക്ലബിലും അതിലൊക്കെ ഇങ്ങനെ അവിടെ ആക്റ്റീവ് ആയിരുന്നതാണ്. പിന്നെ ഇവിടെ ആ ഒരു മിസ്സിങ് ഉണ്ട് ശരിക്കും. കോവിഡ് കാലം. അപ്പോൾ ആ സമയത്ത് സാറിൻ്റെ പേഴ്സണൽ ജീവിതത്തിനെയും അതുപോലെ തന്നെ ഈ ബിസിനസ്സിനെയും എത്തരത്തിലെല്ലാം അത് ബാധിച്ചിട്ടുണ്ട് ശരിക്കും? അത് കുറച്ചധികം ബാധിച്ചിട്ടുണ്ട്. എനിക്ക് വേറെ മെഷീനറി ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഹയറിങ്ങിന് ഇടയ്ക്ക് കൊടുത്തിരുന്നു. അതൊക്കെ ഈ കോവിഡ് സമയത്ത് അത് പിന്നെ ബിസിനസ് കുറഞ്ഞ് പ്രോജക്റ്റുകൾ സപ്ലൈ ചെയ്യാൻ പറ്റാണ്ടായി. അതായത് പ്രോജക്റ്റുകളൊക്കെ 50% വരെ അവർ സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പം മെഷീനറിയുടെ ആ പരിപാടി അതൊക്കെ കുറച്ച് കുറഞ്ഞു. അപ്പോൾ അത് ഞാൻ അവസാനം സെയിൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഈ ബിസിനസ്സിലും കുറച്ചധികം എഫക്ട് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോട്ടോക്കോളോ കാര്യങ്ങളൊക്കെ അന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഗവൺമെന്റ് പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു, ഇവിടെ കുറച്ച് കൺട്രോൾസ് ഉണ്ടായിരുന്നേ ഉള്ളൂ. അല്ല അധികം അങ്ങനെ കൺട്രോളൊന്നുമില്ല. കൺസ്ട്രക്ഷൻ ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. എന്തൊക്കെയാണ് പുതിയ ആശയങ്ങൾ സാറിന് ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? ഞാൻ ഈ ട്രേഡിങ് തന്നെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത്. ഈവൻ സൗദിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യാനും അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ മാർക്കറ്റ് കുറച്ച് ടഫാണ് ഇപ്പോഴത്തെ. പൊതുവെ ഈ കോവിഡ് കഴിഞ്ഞിട്ട് വരുന്ന കുറേ മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഡൗൺ ഉണ്ട്. യുവജനങ്ങളുണ്ട്, യുവാക്കളുണ്ട്. അപ്പോൾ അത്തരം പ്രവാസത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയോട് ഈ 32 വർഷത്തെ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണ്? നാട്ടിൽ ഈ പ്രവാസികൾ വരുമ്പം ഇങ്ങനെ
നല്ല ഷർട്ടിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നടക്കുന്ന അത് കണ്ടിട്ട് അവര് ആ ഒരു എക്സ്പെക്ടേഷനിൽ വരരുത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് പണിയും ചെയ്യാൻ തയ്യാറായി വരണം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ സെക്രട്ടറി ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് പിന്നെ ഡെസ്പാച്ച് എല്ലാ പണികളും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്ത് പണിയും ചെയ്യാൻ തയ്യാറായി വരത്തക്കോണുള്ള ഒരു മാനസികാവസ്ഥയിൽ ഡെസ്പ് ആവാൻ പാടില്ല. ഇവിടെ വന്നിട്ട് ഒത്തിരി പേര് വന്നിട്ട് പണി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അത് അത്രയും നഷ്ടവും കാര്യങ്ങളും. പിന്നെ ട്രൈ ചെയ്താൽ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തും. പ്ലസ് വേറെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ്, ഓരോരോ പൊസിഷനിൽ അവരും ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ടഫ്നെസ് ഉണ്ട്. പഴയകാലം പോലെയല്ല, നമുക്ക് കുറച്ചുകൂടെ ഓപ്പണിങ്സ് ഉണ്ടായിരുന്നു, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. എത്ര തൊഴിലാളികളുണ്ട് ശരിക്കും സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്? ഇപ്പൊ എൻ്റെ അടുത്ത് ട്രേഡിങ് ചെയ്യാനായിട്ട് 2 പേര് ഉള്ളു, 2 സെയിൽസ്മാൻമാര്. ബാക്കി ഞാൻ റെഡ്യൂസ് ചെയ്താണ്. നേരത്തെ ഉണ്ടായിരുന്നു, 3 പേര് സ്റ്റാഫ് ഉണ്ടായിരുന്നു. മുന്നിൽ അങ്ങോട്ടുള്ള ഇനി എല്ലാ പ്രോജക്റ്റുകളും ഒരു നല്ല വിജയമായിട്ട് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.